ചേട്ടനവിടെ എന്ത് ചെയ്യുവാ? ചൂണ്ടേ ചൂണ്ട കണ്ടില്ലേ മീൻ പിടിക്കാൻ പോണോ? ചേട്ടാ ഞാനും വരട്ടെ. നീ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പോയി ചൂണ്ടിട്ട് മീൻ കൊണ്ടുവരുമ്പോ അത് വെട്ടി വറുത്ത് ചേട്ടൻ തന്നാ മതി. വേണമെങ്കിൽ ഒരു പ്രശ്നം നീ എടുത്തോ. അയ്യടി പറയണ ബസ്സിലായിട്ട് ചേട്ടൻ എല്ലാ ദിവസവും മീൻ പിടിച്ചിട്ടാണല്ലോ ഇവിടെ കറി വെക്കണത്. ചേട്ടനും ചേച്ചി കൂടെ മീൻ പിടിക്കാൻ പോണോ? എന്നാ ഞങ്ങളും വരുന്നു. ആര് പറഞ്ഞു? ഞങ്ങൾ ആരും അവിടെ പറഞ്ഞു. എടാ കൈയോടി ഞാൻ എവിടെയെങ്കിലും മൂലക്ക് വരികടാ. കൈ ഒടിഞ്ഞിട്ടാൻ വരുന്നു. എന്തോന്നേട്ടാ ചേച്ചി ഒന്ന് കൊണ്ടുപോകാൻ പറയേച്ചി പ്ലീസ് ചേച്ചി ഒന്ന് പറയേച്ചി. ഇനി നീ മാന്തണം എന്തിനാണ്? എനിക്ക് അവിടെ ചൊറിയണമൊന്നുമില്ല. എടി എന്നെ പോലും കൊണ്ടുപോകണില്ല ചേട്ടൻ. പിന്നെയാണ് ചേട്ടാ ചേട്ടൻ എന്താ ഞങ്ങളെ കൊണ്ടുപോയാല്? ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് കെഞ്ചിട്ടല്ലേ. എടാ നിങ്ങൾ 3 നേരം കൊണ്ടുപോയി കഴിഞ്ഞാൽ അമ്മ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാനില്ല. ഞാൻ പോണു. അയ്യപ്പ ചേട്ടൻ പോകുമ്പോഴാ? അയ്യടാ ഞാൻ നിങ്ങളെ പോലെയാണാ. എനിക്ക് വയസ്സ് 10-24 ഐ എം സെൽഫ് ഡിപെൻഡന്റ്. ഓക്കെ എനിക്ക് ജോബൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയാലും എന്ത് ചെയ്താലും അമ്മ അച്ഛനെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. ഓക്കെ എന്താ മോളെ പാറു? ചേട്ടനോട് മീൻ പിടിക്കാൻ പോ. വരണ്ട അവൾക്ക് വരണ്ടാന്ന്. ഓക്കെ നോ പ്രോബ്ലം. ദേരാ മീൻ പിടിക്കാൻ ചുമ്മാ വന്ന് കൊടുത്തു. പിന്നെ വേണമെങ്കിൽ അമ്മയുടെ തോച്ച് സമ്മതം മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങേറ്റത് കാണും. അപ്പൊ സമ്മതിച്ച അച്ഛനോട് മീൻ പിടിക്കാൻ പോയിരുന്നല്ലേ? അതിന് അച്ഛനിപ്പോ ഇവിടെ ഇല്ലല്ലോ. അമ്മയുടെ വെച്ചാൽ അങ്ങോട്ട് സമ്മതിക്കൂല, അത് ഉറപ്പാണ്. അതെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയാലല്ലേ കുഴപ്പമുള്ളൂ. പറയാതെ പോയാലോ? പറയാതെ പോവാനാ? ചേച്ചി എന്തോന്നു പറയണേ? എടാ എന്ത് ചേച്ചി അതൊന്ന് പറഞ്ഞു. കൊത്തെന്റെ മീനെ കുറെ നേരമായത്. എന്താണത്? അങ്ങോട്ട് നീട്ടിട്ട് ചേട്ടാ മുടിഞ്ഞിട്ടു ചേട്ടാ കുറച്ച് ഇടത്തോട്ട്. വീട്ടിലോട്ട് പറഞ്ഞു മിണ്ടാണ്ട് ഇടത്തോട്ട്. ചേച്ചി ചേച്ചി എന്താ ആയിരം ചീത്ത എണ്ണം അടുത്ത് കയറിയിട്ട്. ആര് ചീത്ത ഇടണോ? എന്തായാലും മിക്സിങ് ഗ്രൈൻഡർ ചീത്തയാവാൻ അതിനൊന്നും മിണ്ടാണ്ടിരിക്കുമെന്ന്. വെറുതെ മീൻ ഇങ്ങോട്ട് വരാത്ത മിണ്ടാക്കും. ചേട്ടൻ ചളിയിട്ട് വറുത്തുണ്ടാവും. നിങ്ങൾ നല്ല പണിയാ കാണിച്ചേട്ടാ. ആ ജയന്തനങ്ങൾ ചൂണ്ടണ വന്ന നിങ്ങൾ ചന്ദ്രന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചൂണ്ടയിടിയ അതിൽ കോർത്തിടുന്നേ കണ്ടില്ലേ? നീ പ്രശ്നമുണ്ടാ ജയേന്ദ്ര? ഇടത്തോട്ട് ഇല്ല ഞാൻ കൊണ്ടുവന്നോളാം. അമ്മ കലിപ്പിലാണോ? അമ്മ കലിപ്പിലായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ സമാധാനം കിട്ടുന്നുണ്ട്. ഉറപ്പാണ്. നിന്റെ അടുത്ത് രാവിലെ പറഞ്ഞില്ല അവിടെ ഇരുന്നാ മതിയെന്ന്. ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടാ? കള്ളത്തരം പറഞ്ഞു വന്നിരിക്കണം. മക്കളെ പോവാതെ. ഇനി കുഴപ്പമില്ല, ഞാൻ പറഞ്ഞെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഉറപ്പാണോ? അതൊന്നും ഇല്ലെന്നേ. അല്ല ഇത്ര റിസ്ക് എടുത്ത് വന്നിട്ട് മീൻ കിട്ടിയാ? അപ്പൊ എവിടെ മീനാ ബെസ്റ്റ്. ചേട്ടനെ വരവൊക്കെ കണ്ടപ്പോ ഞാൻ ഞാൻ ഇനി കൊട്ടയം കൊണ്ട് വരേണ്ടി വരുമെന്ന്. മീനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ ഒന്നും കിട്ടിയില്ല. അതെന്താണെന്നറിയോ? ചൂണ്ടയിടാൻ അറിയാൻ പറഞ്ഞിട്ടാ. ചൂണ്ടയിടലെന്ന് പറഞ്ഞാൽ പ്രത്യേക നാക്ക് വേണം. എവിടെ കൊണ്ടുവന്നേ? എവിടെ കൊണ്ടുവന്നേ? നോക്കട്ടെ. എര എന്തി? ഇതിവിടെ ഇത് പിടിച്ച മക്കളെ. എവിടെ? വേറൊരു എര എടുത്തേ. എടുത്തു. ഈ ഫോൺ പിടിച്ച മക്കളെ. അയ്യോ പിടിച്ചടാ. അതവിടെ കിടന്നോട്ടെ. അതിൽ കൊത്തും. അതെ ഏര കോർക്കണേന്ന് തന്നെ ഒരു മരുന്നുണ്ട്. ഏര ഇങ്ങനെ എടുത്തിട്ട് നല്ല മയത്തിൽ ഇങ്ങനെ കോർക്കണം. തെറി വെക്കരുത്, അനങ്ങരുത്. അനങ്ങാതെ പയ്യെ ചെന്നിട്ട് ഇങ്ങനെ മയ അങ്ങോട്ട് ഇടണം. കണ്ടാ? ചൂണ്ടയിടാൻ പ്രത്യേകം വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ വേണം. അതെനിക്കുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചങ്ങനെ നല്ല ശ്രദ്ധയും വേണം. അങ്ങനെ വലിച്ചു കൊടുക്കണം. കൊത്തി ഇതാണൊരു പ്രത്യേക മരുങ്ങി ചൂണ്ടിടാൻ വേണം. മാത്രമല്ല ഇതിന് വേണ്ടതേ ഒരു ഈർക്കലെടുത്ത് ഓർമ്മലുണ്ടാക്കണം. അതിൽ കോർത്തിടുന്നേ കണ്ടിട്ടില്ലേ? ചിലപ്പോ കണ്ടിട്ടില്ലേ? ചില സ്ഥലത്ത് കണ്ടിട്ടില്ലേ? മേഡം നമുക്ക് വീട്ടിൽ പോയി ഊണ കഴിച്ചിട്ട് വരാം. അപ്പൊ ഇനി വരുമ്പോ നമുക്ക് ഇവിടെ ഒരു വീശുവലേ 2-3 ചൂണ്ടയൊക്കെ കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് അടുത്ത ഞായറാഴ്ച വരാം. അടുത്ത ഞായറാഴ്ച. ഓക്കെ. ചൂണ്ടയിടലേ. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് വലയൊക്കെ ആയിട്ട് തകർത്തടിച്ച് പിടിക്കാം. ആരുമില്ല.